ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണത്തിന് മുമ്പ് ആ ചിങ്ങമാസം തുറന്നപ്പോൾ 1-ാം തീയതി ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷൊക്കെ ചെയ്തിരുന്നു. അന്നേരം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഈ തിരുവോണത്തിനോ അല്ലെങ്കിൽ ഓണം വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങളോടൊന്ന് എനിക്ക് സംസാരിക്കണം, നിങ്ങൾക്ക് എൻ്റെ ഒരു ഓണം ആശംസകൾ തരണം എന്നൊക്കെ ഞാൻ ഒരുപാട് വിചാരിച്ചിരുന്നു. അങ്ങനെയൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ ചിങ്ങം 1-ാം തീയതി എന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടത്. വീഡിയോ അല്ല, അത് ഷോർട്സ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നതൊന്ന് ഭഗവാൻ നമുക്ക് നടത്തി തരുന്നത് വേറൊന്ന്. അങ്ങനെയല്ലേ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ? എൻ്റെ ജീവിതത്തിലെല്ലാം അങ്ങനെ. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇന്നുവരെ നടന്നിട്ടില്ല. എന്നാൽ ഞാൻ വിചാരിക്കുന്ന ഇപ്പോഴല്ല അപ്പോഴുണ്ട്, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നടത്തി തരും. പക്ഷേ കുറച്ച് ലേറ്റാവും. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സാധിക്കുന്നുണ്ട്. വിചാരിക്കുന്ന എന്ത് കാര്യം സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഓണത്തിന് വീഡിയോ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും തിരുവോണത്തിന് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1-ാം തീയതി ചിങ്ങം 1-ാം തീയതി വന്ന് ഞാൻ നിങ്ങളെയൊക്കെ കണ്ടുപോയതിന് ശേഷം ഒരുപാട് കാര്യങ്ങളിങ്ങനെ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറി. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ നമുക്ക് ഓണം, പിന്നെ ഞാൻ ഡാൻസ് പഠിക്കാൻ പോകുന്നിടത്ത് ഓണം, പിന്നെ നമ്മുടെ റെസിഡൻസിൻ്റെ ഓണം, ഇങ്ങനെ കുറേ കുടുംബശ്രീയുടെ ഓണം, ഇങ്ങനെ കുറേ ഓണങ്ങൾ ഇങ്ങനെ വന്ന് എനിക്ക് കയറുകയും അതിലൊക്കെ തന്നെ നമ്മുടെ പങ്കാളിത്തം ഒരുപാട് അങ്ങ് ഉറപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് കയറുമ്പോൾ ഞാൻ കുറച്ച് ബിസിയായിപ്പോയി. അപ്പോൾ എനിക്ക് ശരിക്കും വീഡിയോ ഇടാനോ നിങ്ങളെയൊക്കെ ഒന്ന് ലൈവിൽ കാണാനോ ഒന്നിനും തന്നെ എനിക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലായിപ്പോയി ഞാൻ. അന്നേരം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോന്നും നമ്മളിങ്ങനെ റെസിഡൻസിൻ്റെയിലായാലും നമ്മുടെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു, ഈശ്വര പ്രാർത്ഥന, അങ്ങനെയൊക്കെ ഉള്ള ഗ്രൂപ്പ് സോങ്ങൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് തയ്യാറെടുപ്പുണ്ട്. അത്രയും പേരുമായിട്ടൊക്കെ ഒന്ന് പാടി ശരിയാക്കി എടുക്കുക. പിന്നെ നമ്മുടെ ഡാൻസിൻ്റെ അവിടെ ആണെങ്കിലും തിരുവാതിരയുണ്ട്, ഓണപ്പാട്ടുണ്ട്. അപ്പോൾ അത് 2-3 ഓണപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ആയിട്ട് എനിക്ക് കുറച്ച് ചെയ്തു വരാനായിട്ടൊക്കെയുള്ള ഒരു സമയം വേണ്ടി വന്നു. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ ഇങ്ങനെ ഷോർട്സൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. പക്ഷേ എങ്കിൽ അതിനേക്കാളൊക്കെ ഏറെ നമ്മൾ ഈ അപ്പം ശരിക്കും പറഞ്ഞാൽ ഓണപരമായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷങ്ങൾ തന്ന ഒരു വർഷമാണ് ഈ വർഷം. ഓണത്തിൻ്റെ ഒത്തിരി സന്തോഷങ്ങൾ എനിക്ക് തന്നു. ഞാൻ വർക്ക് ചെയ്യാൻ പോയ കമ്പനിയിലാണെങ്കിലും എനിക്ക് റാങ്ക് അച്ചീവ്മെൻ്റായി. അപ്പോൾ അങ്ങനെ അതിൽ അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി കുറച്ച് ഒരിതായിരുന്നു. പക്ഷേ എങ്കിൽ ദൈവത്തിനെല്ലാം കാണുമ്പോൾ സഹിക്കില്ലല്ലോ. കാര്യം പിന്നെ ഫാമിലി പരമായിട്ട് പറയുകയാണെങ്കിൽ കുടുംബക്കാരൊന്നും അത്ര നമ്മളുമായിട്ടൊരു നമ്മൾ മൈൻഡ് റിലീഫായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേ അല്ല എൻ്റെ ഫാമിലീസിലെ ആൾക്കാർ എന്നോട് കൂട്ടെന്ന് പറയുമ്പോൾ. അത് പോട്ടെ, നമ്മൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിലും പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾ കായംകുളം ചേച്ചിയുടെ വീട്ടിൽ വെച്ചായിരുന്നു. ഞാൻ അന്ന് ലൈവ് വന്നിരുന്നു, വെച്ചാണ് ആഘോഷിച്ചത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു തിരുവോണത്തിൻ്റെ അന്ന് ഊണ് കഴിക്കുമ്പോഴും ഊണിൻ്റെ ഭാഗം ആവുമ്പോഴും ഒക്കെ ഞാൻ നിങ്ങളോടൊപ്പം വന്നിരുന്നു, നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ലൈവ് എടുത്തൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു ചിന്തയും, പിന്നെ ഇതുപോലൊരു എനിക്കൊരു ഓണാശംസ നിങ്ങൾക്ക് തരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന സമയത്താണ് തിരുവോണത്തിന് അത്തപ്പൂവൊക്കെ ഇട്ടിട്ട്, ചേച്ചിയുടെ അവിടെ അല്ലേ നമ്മൾ കുറച്ച് പണികളൊക്കെ കൂടെ ആയിട്ടൊക്കെ നിന്നിട്ട് അത്തപ്പൂക്കളെ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു തിരുവാതിരയൊക്കെ എടുത്ത് ഇടാം പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തിരുവാതിര ഈ പറഞ്ഞതുപോലെ നമ്മൾ തന്നെയാണല്ലോ എല്ലാം ലീഡ്. അങ്ങനെ തിരുവാതിരയൊക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ അങ്ങനെ നിന്നപ്പോൾ എൻ്റെ കുഞ്ഞ് അവിടെ വന്ന് കാൽ തെറ്റി എങ്ങനെയോ അടിതെറ്റി വീണു. നല്ലൊരു ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ പൊട്ടലൊന്നുമില്ല, ഈ മൂക്കിനകത്തും ചുണ്ടിലും ഒക്കെ മുറിഞ്ഞിട്ട് ഭയങ്കര ബ്ലഡ് ഒക്കെ ആയിട്ട്. അപ്പോൾ തിരുവോണത്തിൻ്റെ ഒന്ന് ഓടി ആശുപത്രിയിൽ പോയി. 3:30-4 എങ്ങാണ്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. എന്നിട്ട് വന്നാണ് പായസമൊക്കെ ഉണ്ടാക്കി. പിന്നെ ബാക്കിയെല്ലാം നേരത്തെ ആയതുകൊണ്ട്, പക്ഷേ എങ്കിലും കുഞ്ഞിന് കഴിക്കാൻ പറ്റിയില്ല ഒന്നും. മൂക്ക് ചതഞ്ഞിട്ട് അകത്തുനിന്ന് അങ്ങോട്ടാണ് പൊട്ടി വീണത്. എല്ല് പൊട്ടിയില്ല, ബ്ലഡ് ഇങ്ങനെ വര പോലെ വന്നിട്ടുണ്ട്, ചുണ്ട് പല്ലും കൊണ്ടിട്ട്. അപ്പോൾ അവനും കൂടെ കഴിക്കാൻ പറ്റാതെ കൂടെ ആയപ്പം, അല്ലെങ്കിൽ പൊതുവേ അവൻ ഫുഡി അല്ല, കഴിക്കാൻ പറ്റാതായപ്പോൾ പിന്നെ നമുക്കൊക്കെ എല്ലാവർക്കും ഒരു വലിയൊരു വിഷമമായി മാറി. അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഒരു ഓണത്തിൻ്റെ ആ വിചാരിച്ച് മനസ്സിൽ വെച്ചിരുന്ന ആ ഓളം അങ്ങ് പോയി. വീഡിയോ വരണതും എല്ലാവരെയും കൊണ്ട് ഓരോ കളികളൊക്കെ എടുത്ത് ഒരുപാട് കളികളൊക്കെ മനസ്സിൽ ചിന്തിച്ച് വെച്ചിരുന്നു, ഒക്കെ എടുത്ത് നിങ്ങൾക്ക് എല്ലാം വീഡിയോസായിട്ട് ഇട്ട് തരണം എന്നൊക്കെ വിചാരിച്ച് പോയി. എല്ലാം പാടെ തെറ്റി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴോ ഇവിടെയും ഓരോരോ ഓണങ്ങളും ദിവസങ്ങളൊക്കെ ഒന്ന് ഓരോ ദിവസം എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന അവസരത്തിലാണ് ചേട്ടന് സുഖമില്ലാതായി, അതും ഹോസ്പിറ്റലായിപ്പോയി. അപ്പോൾ ഇത് രണ്ടും കൂടെ ആയപ്പോൾ നമ്മൾ
നമ്മുടെ വീട്ടിലുള്ള തന്നെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന നെടുംതൂണുകളായ ആൾക്കാരാണ് താഴെ വീണ്. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് പിന്നെ ഈ ഏറ്റ കാര്യങ്ങളായ റെസിഡൻസിൻ്റെയും ഇവിടത്തെയൊക്കെ ഓണം നോക്കുക എന്നുള്ള അല്ലാതെ പിന്നെ ഞാൻ വീഡിയോയെക്കുറിച്ചൊന്നും ചിന്തിച്ച് അങ്ങനെയൊന്നും ചെയ്തതല്ല. അപ്പം നിങ്ങളോട് ആദ്യമായിട്ട് ഞാൻ ക്ഷമ പറയണമെന്ന് വിചാരിച്ചാണ്. ഒരു ഓണത്തിന് ഞാൻ ഒരു യൂട്യൂബിൽ എനിക്ക് നിങ്ങൾക്കൊരു സന്ദേശം തരണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല എന്നുള്ള ഒരു പ്രയാസം എനിക്ക് നല്ലപോലെ ഉണ്ട്. എന്നിരുന്നാലും ഇന്ന് നമ്മൾ കേരളീയത്തിലെ പഴമയിലുള്ള ആൾക്കാർ, ഇപ്പോഴൊന്നും അങ്ങനെയൊന്നുമില്ല, പഴമയിൽ അറിയാവുന്ന ആൾക്കാരെല്ലാം തന്നെ 28 ഓണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഓണം തീർന്നിട്ടില്ല. പക്ഷേങ്കിൽ നമുക്ക് മാസം തീരുകയാണ്. മാസം തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോടൊരു ഷോർട്സ് ഇട്ടെങ്കിൽ ഇന്ന് ഞാൻ മാസം തീരുന്ന അവസരത്തിൽ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനിപ്പം ചിങ്ങം കഴിഞ്ഞ് അടുത്ത കന്നി വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ചിങ്ങത്തിൻ്റേതായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഓണത്തിൻ്റെയൊക്കെ ആ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് എനിക്ക് ഇന്ന് ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ പോകണം. അവിടെ ഒരു അനന്തപത്മനാഭ എന്ന് പറഞ്ഞൊരു ചാരിറ്റി കൂടെ ആയിട്ടുള്ളൊരു സംഘടനയുണ്ട്. അവിടെ ഇന്ന് ഞങ്ങൾക്ക് ഓണമായിരുന്നു. അപ്പം ഞങ്ങളുടെ തിരുവാതിര ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഓണപ്പാട്ടുണ്ടായിരുന്നു, പിന്നെ കുട്ടികളുടെയൊക്കെ ചെറിയ ഡാൻസും പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി 2 പായസത്തോടെയൊക്കെ ഉള്ളൊരു സദ്യ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നും എനിക്ക് തിരുവോണം ഒരു പ്രതീതി തന്നെ ഒരോണം അവിടെ ഉണ്ടായി. അത്തപ്പൂക്കളം ഇടുകയും അപ്പോൾ പഴയതുപോലെ തന്നെ നമ്മൾ ഹെഡ് ചെയ്ത് നിൽക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അങ്ങ് നിന്ന് ഓണപ്പാട്ടോടുകൂടി, ഓണപ്പാട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ഞാനത് അവിടെ പാടണമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം വേറെ 2 പാട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ടീച്ചറും ഞങ്ങളെല്ലാവരും കൂടി ഇതവിടെ പാടണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ അല്ല. അന്നേരം ടീച്ചർ എല്ലാവരും കൂടെ പറഞ്ഞു പാട് ശിവ, ഏതെങ്കിലും ഒരു പാട്ട് ഒറ്റയ്ക്ക് പാടെന്ന് പറഞ്ഞു. അവസാനം ഞാനിവിടെ ഫൈറ്റ് നമ്മുടെ ഓണപ്പാട്ടിനെ എടുത്ത് അങ്ങ് അലക്കലക്കി. അവരെല്ലാം പറയുന്നത് ഭയങ്കര രസമായിരുന്നു, ഇത് ആദ്യമേ പാടാനുള്ളതായിരുന്നു. ജഡ്ജസൊന്നും പോയില്ല, എന്നാലും നമ്മുടെ സിനിമാ നടൻ മറ്റേ വിധു പ്രതാപൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നിന്നപ്പോൾ പാടാനുള്ളായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ഓണം വന്നത്, ആ ഓണത്തിൻ്റെ ഓളം വന്നത് ഈ പാട്ടിലൂടെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ വളരെ വലുതായിട്ടൊക്കെ പുകഴ്ത്തി. നമുക്കതൊക്കെ സന്തോഷം തന്നെങ്കിലും നമ്മുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി വിഷമങ്ങളുണ്ട്. പക്ഷെ അത് നമുക്ക് ഈ പൊതുവേദികളിൽ ഇതുപോലെ പ്രോഗ്രാംസിലൊന്നും പോകുമ്പോൾ നമുക്കത് കാണിക്കാൻ പറ്റില്ലല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം ഒളിച്ചു വെച്ചും കൊണ്ട് ഇപ്രാവശ്യം എനിക്കൊരു 3-4 വേദി കിട്ടി. നമുക്ക് ഹെഡ് ചെയ്ത് നിൽക്കാനും നമുക്ക് കളിക്കാനും ചിരിക്കാനും പാടാനും എല്ലാത്തിനും അവസരവും ഡാൻസും തിരുവാതിരയൊക്കെ ശരിക്കും അങ്ങ് അടിച്ചു പൊളിച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലൊന്നും ഓർക്കില്ല കേട്ടോ, അതും കൂടെ ഞാൻ പറയാം. പിന്നെ നമ്മുടെ റെസിഡൻസിൻ്റെ ഓണമാണെങ്കിൽ എടുത്ത് പറയേണ്ടതാണ്. അടിപൊളിയായിരുന്നു പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നല്ല ഒരു ട്രിവാൻഡ്രം ബീറ്റ്സിൻ്റെ ഒരു ഗാനമേള, സൂപ്പർ ഗാനമേള കേട്ടോ, അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അടിപൊളി ഗാനമേള. പിന്നെ നമുക്കൊത്ത് അവർ അടിപൊളി പാട്ടുകൾ പാടിയിട്ട് ആ പാടുന്നതാണെങ്കിൽ യഥാർത്ഥ പാട്ട് പോലെ ഒരാൾ വേറെ പാടുന്നതായിട്ട് തോന്നിയില്ലാത്ത രീതിയിൽ നല്ല അടിപൊളി പാട്ടായിരുന്നു. പിന്നെ അവിടെ ഇന്നലെ രാവിലെ അത്തപ്പൂക്കളം ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ മത്സരങ്ങൾ, ഞങ്ങളുടെ മത്സരങ്ങൾ, എനിക്കും സുന്ദരിക്ക് പൊട്ടിടുന്നതിന് പ്രൈസ് കിട്ടി. അങ്ങനെ ഒത്തിരി എല്ലാവരും അതിൻ്റേതായിട്ടുള്ള പങ്കാളിത്തത്തോടുകൂടി തന്നെ പ്രവർത്തിച്ചു. എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും നമ്മൾ ഈ ഗാനമേളയ്ക്ക് ശേഷം ഒരു വടംവലിയുണ്ട്. ഗാനമേളയ്ക്ക് ശേഷമല്ല, ഈ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വടംവലി നേരത്തെ എല്ലാവരും എത്താത്തത് കൊണ്ട് രാത്രിയാണ് വടംവലി നടത്തിയത്. ഒരു 10:30 മണിയൊക്കെ ആവും തോന്നുന്നു. എൻ്റെ ദൈവമേ, ഒരു ഭയങ്കര രസമായിരുന്നു. അതൊരു വൈബാണ് കേട്ടോ. വടംവലി വലിച്ചിട്ടുള്ളവർക്കറിയാൻ പറ്റും. അപ്പോൾ എനിക്കിന്ന് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ കയറുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. കാരണം വല്ലതും കാലങ്ങനെ ഉളുക്കിപ്പോയി എനിക്കിന്ന് തിരുവാതിര കളിക്കുന്നത് ടീച്ചർ എന്നെ കൊല്ലില്ലേ. അന്നേരം ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു വെറുതെ പിടിച്ചാൽ മതി, നിന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും തള്ളിക്കയറ്റി. ഞങ്ങളെല്ലാവരും ഭാരവാഹികളൊക്കെ പുതിയ സെറ്റും ഒരേ കളർഫുൾ ബ്ലൗസൊക്കെ ഇട്ടൊക്കെ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു വശത്ത്, ഞങ്ങൾക്ക് എത്ര രാവിലെ മുതലേ ആഹാരം പോലെ നേരെ കഴിക്കാതെ അവിടെ ഇങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടും പിടിച്ചു. 2 സൈഡും 2ആയിട്ട് നിന്ന് കഴിഞ്ഞു. ഫസ്റ്റ് പിടുത്തത്തിൽ ഞങ്ങൾ അവരെയും കൊണ്ടിഞ്ഞ് പോകുന്നു, ഞങ്ങൾ ജയിച്ചു. പിന്നെ തിരിച്ച് സൈഡ് തിരിഞ്ഞ് നിൽക്കണമെന്നായി. സൈഡ് തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങൾ എന്ത് പറ്റി, കൈക്കൊക്കെ മടക്കാൻ പറ്റാത്തിരുന്ന് വലിയ മടമില്ലേ. എന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ചെന്ന് നിന്നിട്ട് എനിക്കത് പറയുമ്പോൾ തന്നെ ചിരി വരെയാണ്. കാരണം നമ്മളിങ്ങനെ വലിക്കണം. എനിക്ക് ഫ്രണ്ടിലുള്ള ഒരു കാലൊക്കെ ഒന്ന് ഇടക്കിയായിരുന്നു അവർക്ക്. അപ്പോൾ അവരൊന്ന് അയഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ബാക്കിൽ നിൽക്കുകയാണ്. ഞാനും പിന്നെ വേറെ ഒരാളേ ഉള്ളൂ. ഞങ്ങളങ്ങ് കൊട്ടയ്ക്ക് പിടിക്കുകയായിരുന്നു. പക്ഷേ അത്രയും പേര് അവർ നല്ല ബലമുള്ള ആൾക്കാരായിരുന്നു. അവരങ്ങോട്ട് കൊണ്ട് വലച്ചപ്പോൾ ഞാനിങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ സ്പീഡായിട്ട് പിടിച്ചപ്പം ഫ്രണ്ടിലുള്ളവർ മറിഞ്ഞപ്പോൾ തെറ്റുന്നത് എൻ്റെ കാലൊന്ന് സ്ലിപ്പായി. ഞാനൊന്ന് മുട്ടുകുത്തി വീണ്. എവിടെ ആൾക്കാരുടെ ഇടയിൽ കാണാൻ നിന്ന്
ഞാൻ മുട്ടുകുത്തി വീണത് വെറുതെ ഞാൻ വീണില്ല. അവിടെ നിന്ന് 4-5 പേരെ അങ്ങനെ തടുക്കനങ്ങ് വീഴ്ചിട്ട് തന്നെ ഞാനും വീണു. എനിക്ക് പക്ഷേ മുട്ട് മാത്രമേ ഇടിച്ചുള്ളൂ. പക്ഷേ ആളുകളെല്ലാം കുറേ തെക്ക് വടക്കൻ അങ്ങ് വീണു. പിന്നെ എന്തായാലും പിന്നെ കൊല ആയിരുന്നു പ്രൈസ്. ആണുങ്ങൾ ജയിച്ചവർക്കും പെണ്ണുങ്ങൾ ജയിച്ചവർക്കും കൂടെ കൊല കൊടുത്ത് പിന്നെ പഴങ്ങൾ കഴിച്ചത് ഞങ്ങളെല്ലാവരും കൂടി തന്നെയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഗാനമേളയാണെങ്കിൽ അയ്യോ അടിച്ചു പൊളിച്ച് ഡാൻസോട് ഡാൻസ്. എല്ലാവരും ഒരൊറ്റ മനുഷ്യരെ കസേരയിലെടുത്ത് അവർ സമ്മതിച്ചില്ല. അത്രയ്ക്ക് എല്ലാവരും ഒഴിച്ച് ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ച് 6 മതിച്ച് 1:30 മണിയോടെ ഞങ്ങൾ ഇവിടെ പോയി. അല്ല 12:30 1 മണി 1-1:30 വന്ന് കിടന്നിട്ട് ഞാനാണെങ്കിൽ വെളുപ്പിനെ കഴിച്ച് പിന്നെ എനിക്ക് ഇന്ന് തിരുവാരയ്ക്ക് പോകണം. അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞ ഒരടിച്ചു പൊളി ഓണം ഇപ്രാവശ്യം കഴിഞ്ഞു. മനസ്സ് വിങ്ങുന്നത് ആരും അറിഞ്ഞില്ല. ഓണവും അറിഞ്ഞില്ല, മാവേലി അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. അങ്ങനെ എൻ്റെ ഓണം സന്തോഷപൂർവ്വം ഈ മാസാവസാനത്തിൽ തീർന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്കൊരു വിശേഷമുണ്ട്. അത് ഇതിനേക്കാളും അടിച്ചു പൊളിക്കാൻ സാധ്യത ഉള്ളത് എന്നാണ് പറഞ്ഞറിയപ്പെടുന്നത്. കാരണം ഞങ്ങളുടെ കമ്പനി തുടങ്ങിയിട്ട് 4 വർഷമാവുകയാണ്. 4 വർഷത്തിൻ്റെ ഇനാഗുറേഷൻ വരുന്നത് 21-ാം തീയതി ഞായറാഴ്ച RDRൽ വെച്ചാണ്. അപ്പോൾ അത് മുമ്പത്തെ ഞാനിപ്പോൾ വന്നല്ലേ ഉള്ളൂ. മുമ്പത്തെ ഇതുപോലെ പിന്നെ കമ്പനിയിലുള്ള ഇതൊക്കെ ആഘോഷമൊക്കെ ഭയങ്കര സെറ്റായിരിക്കുമെന്ന് എല്ലാവരും പറയുന്നത് കേട്ടു. എനിക്കറിയില്ല, ഞാനത് പങ്കെടുക്കാൻ വേണ്ടി പോണതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഈ കമ്പനിയുടെ 4-ാം വർഷത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പോണത്. അപ്പോൾ ഇനി ആ ഒരു ഇതും കൂടെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതാണെങ്കിൽ കമ്പനി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം നമ്മുടെ കമ്പനിയിലേക്ക്. അവിടെ RDRൽ വരാം, സ്വാഗതം. പക്ഷെ 500 രൂപയുടെ കൂപ്പണുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ, നറുക്കെടുപ്പ് ദുബായിയാണ് വീഴുന്നവർക്ക്. അങ്ങനെ അതും കൂടെ കൊണ്ട് ഈ വർഷത്തെ ഏതാണ്ട് ഉത്സവങ്ങളൊക്കെ അവസാനിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ പിന്നെ ചെയ്യാം. ഈ ആഘോഷങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞു വന്നപ്പോൾ ഞാൻ അതും കൂടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്നാൽ എല്ലാ പേർക്കും ഓണാശംസകൾ പറയുന്നില്ല. അടുത്ത വർഷം ഇനി ഓണം വരുന്നത് വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് തന്നെ വരുത്തട്ടെ, നല്ലത് തന്നെ ഭഗവാൻ വരുത്തട്ടെ. അസുഖാവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. മാനസികമായിട്ടൊരു സന്തോഷം കിട്ടേണ്ട വലിയ രീതിയിൽ നമ്മൾ തന്നില്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്കൊരു സന്തോഷം വേണ്ടേ. ഭഗവാൻ എന്താ തരയത്തേന്നറിയില്ല, എന്നാലും എല്ലാവർക്കും അങ്ങനെ ഒരു സന്തോഷമൊക്കെ ഭഗവാൻ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിതെല്ലാം കേൾക്കുക, കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക. ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈവിലൊന്നും ആരും വരുന്നില്ല. നമ്മൾ ഈ ലൈവൊക്കെ ചെയ്യുന്നത് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേട്ടോ. എന്താ നിങ്ങളോട് പറയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ നമ്മുടെ ആ ഒരു ജീവിത നടത്തിപ്പിന് വേണ്ടിയാണ് ഞങ്ങളിതൊക്കെ. ഞാൻ ഈ കമ്പനി പോകുന്നതായാലും ഈ ലൈവ് ചെയ്യുന്നത്, ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ ആ യൂട്യൂബിൻ്റെ 1 വർഷമായി. കഴിഞ്ഞ തിരുവോണത്തിന് തുടങ്ങിയതാണ്, കാണുന്നവർക്കറിയാം. ഈ തിരുവോണം ആയപ്പോഴത്തേക്ക് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇനി വാച്ചവർക്ക് കുറയാൻ സാധ്യതയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും തുടർന്ന് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു. എന്നെങ്കിലും ഒരു അറുതി വരുമല്ലോ, ഭഗവാൻ കനിയണ ഒരവസരം വരും എന്നുള്ള തോന്നലിൽ യൂട്യൂബും മുടക്കുന്നില്ല, ഞാൻ എൻ്റെ കമ്പനിയുടെ കാര്യങ്ങളും മുടക്കുന്നില്ല. പിന്നെ ഇതെല്ലാം കൂടി വരുമ്പം രണ്ടും കൂടിയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വീട്ടിലും നിൽക്കുന്ന എൻ്റെ ആ ഒരു വീട്ടിൽ എൻ്റെ ഒരു സാന്നിധ്യം കുറവാകുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ അതും മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഭഗവാൻ വിളിക്കുന്നത് വരെ ഇങ്ങനെ എല്ലാത്തിലുമൊക്കെ ആക്റ്റീവായിട്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിൽ ആ ആളും കൂടി വന്നിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരോടും പെരുമാറേണ്ടത്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ആരെ കൂട്ടാക്കിയാലും ആരോട് പ്രവർത്തിച്ചാലും ഏത് സംഘടനയിൽ നിന്നാലും എവിടെ പോയാലും ആ ഷീബ, ആ കുട്ടി വരട്ടെ, അല്ലെങ്കിൽ അവൾ വരട്ടെ, അല്ലെങ്കിൽ അവർ വരട്ടെ എന്ന് പറയണ രീതിയിലേ ഞാൻ പെരുമാറുള്ളൂ. എനിക്കതാണ് ഇഷ്ടം. ആരും എന്നെ മാറ്റി നിർത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്കെപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് അതെൻ്റെ ഒരു ബ്ലഡിലുള്ളതാണ്. ഞാൻ എവിടെ ചെന്ന് പെട്ടാലും ഞാൻ അവിടെ ഒരു സ്ഥാനം പിടിച്ചു പറ്റാൻ, അല്ലെങ്കിൽ ഷീബ എന്ന് പറഞ്ഞാൽ ആ പോകുന്ന സ്ഥലത്തെ അറിവുണ്ടാവുന്ന രീതിയിൽ തന്നെ പെരുമാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. പിന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഭഗവാൻ നമുക്ക് ചെയ്യാൻ ചെയ്യുന്നതെന്നറിയില്ല. ഭഗവാന്റെ കാര്യം നമുക്കൊന്നുമേ പറയാനറിയില്ല. അങ്ങനെ ഒരുവിധം അത്യാവശ്യം സന്തോഷവും കുടുംബ ഭദ്രതയും ഒക്കെ ആഗ്രഹിച്ച് തന്നെയാണല്ലോ നമ്മളും ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് അതൊക്കെ ഒരു നേട്ടങ്ങളൊന്നും ഉണ്ടാവാനുള്ള ഒരു ഞാൻ എന്താ പറയുക നിങ്ങളോടൊന്നും എനിക്കറിയില്ല. എല്ലാം ഭഗവാൻ തന്നെ നടത്തി തരട്ടെ. അപ്പോൾ എല്ലാവർക്കും
അടുത്ത വർഷം ഓണം വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ഭഗവാൻ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി, അതിനുള്ളൊരാശംസയോടുകൂടി ഞാൻ എൻ്റെ ഈ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. ഇനിയും നമുക്ക് വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇതുപോലെ ഉടനെ വീണ്ടും വരുന്നതാണ്. എൻ്റെ കമ്പനി വീഡിയോ കൊണ്ട് ഞാൻ വരും. കമ്പനി വീഡിയോയുടെ സമയം ഇപ്പോൾ 21-ാം തീയതിയാണ്. എന്നാലും ഞാനത് അതിനുവേണ്ടി വളർന്നു കൊണ്ടുവരും. അപ്പോൾ ഇന്ന് ഓണാശംസകൾ പറയുന്നതിനോരം ഈ വർഷത്തേക്കുള്ള ആശംസകൾ നിങ്ങൾക്ക് മുഴുവനായും തന്നുകൊണ്ട്, ഞാൻ എൻ്റെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് ആശംസ തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.